Hello dear students, good morning to all. How are you? Again, I'm hoping all are fine. Okay, stay home, stay safe. Then നമ്മൾ ആറാമത്തെ ചാപ്റ്റർ ആണ് പഠിപ്പിച്ചത് അല്ലേ? നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് യുണൈറ്റഡ് നാഷൻസ്. ഓക്കെ, ദ UN. ഓക്കെ, യുണൈറ്റഡ് നാഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോർഷൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് പോർഷനിൽ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, ഓൾ ഓഫ് റെഡി? ലെറ്റ് us begin. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് ദ യുണൈറ്റഡ് നാഷൻസ്. ഇതെങ്ങനെയാണ് നിലവിൽ വന്നതെന്നൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് അല്ലേ? ഓർമ്മ ഉണ്ടോ? ജസ്റ്റ് ആദ്യം നമ്മൾ 5 ക്വസ്റ്റ്യൻസ് തന്നു അല്ലേ? അത് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ഒരു ഇൻട്രൊഡക്ഷണൽ പാർട്ടായിട്ട് UNO, അതായത് യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് നിലവിൽ വന്നതെന്ന് പറഞ്ഞു അല്ലേ? ഓർമ്മല്ലേ? ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്? ഫസ്റ്റ് വേൾഡ് വാറിലെ 1918 ഫസ്റ്റ് വേൾഡ് വാർ വന്നത്. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായില്ലേ? നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് ആളുകൾക്ക് വീടുകൾ നഷ്ടമായി. രാജ്യത്തുള്ളതല്ല, ഇന്റർനാഷണൽ വാറാണ് ഫസ്റ്റ് വേൾഡ് വാർ. ഒരുപാട് ആളുകൾക്ക് വീടുകൾ നഷ്ടമായി, സ്ഥലങ്ങൾ നഷ്ടമായി, വീട്ടുകാരെ നഷ്ടമായി, ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. അതിന്റെ ശേഷം എന്തായി? ഇനി ഇതുപോലുള്ള ഒരു വാർ, വേൾഡ് വാർ പോലുള്ള ഒരുപാട് ആളുകളെ കത്തിക്കരിക്കുന്ന ഇങ്ങനത്തെ ഒരു വാർ ഇനി ഉണ്ടാവരുത് എന്നുള്ള പ്രതീക്ഷയിൽ ഇവര് യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്തു? UNO അല്ല, ലീഗ് ഓഫ് നാഷൻസ് ഇവര് നിലവിൽ കൊണ്ടുവരുന്നു അല്ലേ? ഏതാണ്? ലീഗ് ഓഫ് നാഷൻസ്. പക്ഷേ 1939 വീണ്ടും അടുത്ത ഒരു വാർ ബ്രോക്ക് ഔട്ട് ചെയ്തു. അതിന്റെ പേരെന്തായിരുന്നു? ദ സെക്കൻഡ് വേൾഡ് വാർ. ഓക്കെ, 1939 ഇത് തുടങ്ങി. 39, 40, 41, 42, 43, 45, 1945 ഇത് അവസാനിക്കുന്നത്. 5 വർഷം നീണ്ടു നിൽക്കുന്ന ഇതായിരുന്നു ഇത് സെക്കൻഡ് വേൾഡ് വാർ. അതിലെന്താ സംഭവിച്ചത്? ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. ഫസ്റ്റ് വേൾഡ് വാറിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് വേൾഡ് വാറിൽ എന്തായി? ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തത്രക്കും നഷ്ടങ്ങൾ ആളുകൾക്ക് ആ ഒരു സമയത്ത് ഉണ്ടായി. എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പൊ ജീവനുള്ള ആളുകൾക്ക് ഒന്നുമില്ല. നഗരങ്ങളൊക്കെ വെറും ആഷസ് ആയിട്ട് മാറി. ഓക്കെ, അത് എൻഡ് ചെയ്യുന്ന 1945 ഹിരോഷിമ നാഗസാക്കി ആ ഒരു മസാക്കർ നടക്കുന്നത്. ഓക്കെ, അതിന്റെ ദിവസത്തിന്റെ ഇതായിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ. ഓക്കെ, അപ്പൊ ചാട്ടിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഒട്ടിച്ചാണ്ട് കുട്ടികൾ ഇവിടെ ഒന്നൊക്കെ ഒട്ടിക്കാറുണ്ട്. നമ്മളൊന്നും ആ ദിവസം വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് അല്ലേ? അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. അപ്പോൾ ഈ ഒരു ലീഗ് ഓഫ് നാഷൻസിനെ കൊണ്ട് ഇതിനെ മാറ്റിയിട്ട് പുതിയൊരു ഓർഗനൈസേഷനെ കൊണ്ടുവരണം എന്നുള്ള നിലക്കാണ് ഇവർ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷനെ നിലവിൽ കൊണ്ടുവരുന്നത്. സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ആ ഒരു കോൺഫറൻസിലാണ് UNO, യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത്. അപ്പൊ തുടങ്ങുന്ന സമയത്ത് 50 രാജ്യങ്ങളാണ് ഇതിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 193 രാജ്യങ്ങൾ ഇതിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് ഉണ്ട്. ന്യൂയോർക്കിലാണ് ഇവരുടെ തലസ്ഥാനം. അമേരിക്കയിലെ USA ന്യൂയോർക്കിലാണ് ഇവരുടെ ആസ്ഥാനം ഉള്ളത്. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? ഇതിന്റെ ഫ്ലാഗാണ് ആ ലൈറ്റ് ബ്ലൂ കളേർഡ് ബാക്ക്ഗ്രൗണ്ടിലും അതുപോലെ തന്നെ വേൾഡിന്റെ ആ ഒരു ചിത്രമൊക്കെ അല്ലേ? അതുപോലെ തന്നെ ഒലിവ് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് സമാധാനത്തിന്റെ ഒലിവ് ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ആ ഒരു ഇതാണ് ഇതിന്റെ ഫ്ലാഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ഈ ഒരു അന്തർദേശീയ അന്താരാഷ്ട്ര പീസ്, സമാധാനത്തിന്റെ അപ്പുറം ഒരു രാജ്യത്തിന് എന്ത് പ്രശ്നം വന്നാലും UNO ഇടപെടും. ഇപ്പൊ കൊറോണ വന്ന സമയത്തിന് എല്ലാവർക്കും നമ്മൾ ഫണ്ട് കൊടുത്തെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ എവിടെയാണോ ഉള്ളത്, ഈ ഒരു പീസ് സമാധാനം നിലനിർത്തുന്നതിനോടൊപ്പം എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രശ്നം ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, എന്ത് പ്രശ്നത്തിനും സയന്റിഫിക്കലി, കൾച്ചറലി, എക്കണോമിക്കലി എന്ത് സഹായവും ഈ UNO ചെയ്തു കൊടുക്കും. ഓക്കെ, ആസ് എ പേരന്റ്, ഒരു രാജ്യത്തിന്റെ പേരന്റ് എന്ന നിലയ്ക്ക് തന്നെ എന്ത് സഹായം വേണമെങ്കിലും, ഇപ്പൊ നമ്മുടെ പേരൻസ് അങ്ങനെയാണല്ലേ? നമുക്ക് എന്ത് സഹായം വേണമെങ്കിലും നമ്മുടെ പേരൻസ് ചെയ്തു തരും. എന്ത് പ്രശ്നമാണ് നമുക്കുള്ളത് ഒക്കെ നമുക്ക് നമുക്ക് ഡീൽ ചെയ്ത് തരാം? പേരൻസ് ആണ്. അതുപോലെ രാജ്യങ്ങളുടെ ഒരു പേരന്റാണ് ആര്? ഈ ഒരു UNO, യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ. ദാറ്റ്സ് ഇറ്റ്. ദെൻ ടേൺ ടു നെക്സ്റ്റ് പേജ് നമ്പർ 263. നമ്മൾ ഇന്ന് പെട്ടെന്ന് ചാപ്റ്റർ എടുത്ത് പോകും, കാരണം നമുക്ക് ഈ ചാപ്റ്ററിലെ അവസാന ഭാഗം കുറച്ച് തോനെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. മെയിൻ ഓർഗാൻസ് ഓഫ് UNന്റെ മെയിൻ ഓർഗാൻസ്. ഫസ്റ്റ് വൺ, ജനറൽ അസംബ്ലി. ഓക്കെ, General Assembly. The General Assembly discusses budgetary matters and how much money to give to each nation. It also discusses issues regarding peacekeeping efforts. ഓക്കെ, അതായത് ഒരു രാജ്യത്തിന് എത്ര ബഡ്ജറ്റ് കൊടുക്കണം, എത്ര രൂപ കൊടുക്കണം എന്നുള്ള ആ ഒരു എമൗണ്ട് ഒക്കെ തീരുമാനിക്കുന്ന, ബഡ്ജറ്റ് തീരുമാനിക്കുന്ന ആ ഒരു കമ്മിറ്റിക്ക് പറയുന്ന പേരാണ് എന്ത്? ജനറൽ അസംബ്ലി. ഓക്കെ, ഡിസ്കസസ് ബഡ്ജറ്ററി മാറ്റേഴ്സ്.
ഓക്കെ, ബഡ്ജറ്റ് പരമായിട്ടുള്ള മാറ്റേഴ്സ്, പൈസ പരമായിട്ടുള്ള മാറ്റേഴ്സ്, ആൻഡ് ഹൗ മച്ച് മണി ടു ഗിവ് ഈച്ച് നാഷൻസ്. ഓരോ രാജ്യത്തിനും എത്ര പൈസ കൊടുക്കണം എന്നുള്ളതും ഇവരാണ് തീരുമാനിക്കുക. ഇറ്റ് ആൾസോ ഡിസ്കസസ് ഇഷ്യൂസ് റിഗാർഡിംഗ് പീസ് കീപ്പിംഗ് എഫേർട്സ്. ഓക്കെ, അതും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പീസ് കീപ്പിംഗ്, സമാധാനം കീപ്പ് ചെയ്യുന്ന ആ ഒരു ഇതും ഇവർ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി അതിനുണ്ട് അല്ലേ, സെക്യൂരിറ്റി കൗൺസിൽ. The Security Council 15 members has 15 members, each of which has one vote. ഓരോരുത്തർക്കും ഓരോ വോട്ട് ഉണ്ട്. There are 5 permanent members. 5 മെമ്പേഴ്സാണ് പെർമനന്റ് മെമ്പേഴ്സും. അതുപോലെ തന്നെ ബാക്കിയുള്ളത് എന്ത് മെമ്പേഴ്സാണ്, ടെമ്പററി ആയിട്ടുള്ള മെമ്പേഴ്സുമാണ്. They are Britain, France, USA and Russia. ഓക്കെ, ഇവരൊക്കെയാണ് ചൈന, USA ആൻഡ് റഷ്യ. ഇവരൊക്കെയാണ് പെർമനന്റ് മെമ്പേഴ്സ്. ഏതൊക്കെയാണ്? ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, USA ആൻഡ് റഷ്യ. ഇവരൊക്കെയാണ് ഇതിന്റെ പെർമനന്റ് മെമ്പേഴ്സ്. പിന്നെ ബാക്കിയുള്ള ടെമ്പററി ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന മെമ്പേഴ്സ് ആണ്. The other 10 non-permanent members are elected by General Assembly for a term of 2 years. ഓക്കെ, 2 വർഷം കൂടുമ്പോൾ ബാക്കിയുള്ള 10 ആളുകളെ, 10 ടീംസിനെ ഇവർ ജനറൽ അസംബ്ലിയിലുള്ള ആളുകൾ സെലക്ട് ചെയ്യും. 2 വർഷം കൂടുമ്പോൾ മാറ്റും, പിന്നെയും അടുത്ത 2 വർഷം കൂടുമ്പോൾ വേറെ ടീമിനെ കൊണ്ടുവരും. അങ്ങനെ ഈ ജനറൽ അസംബ്ലി ഇവരെ മാറ്റും. ഓക്കെ, ദ സെക്യൂരിറ്റി കൗൺസിൽ സെറ്റിൽസ് ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ്. ഓക്കെ, ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സിനൊക്കെ സെറ്റിൽ ചെയ്യുന്നത് ഇവരാണ്. ഓരോ യുദ്ധങ്ങളും വാറുകളും ഒക്കെ നടക്കുന്ന സമയത്ത് ഇവരൊക്കെ നാശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ സെറ്റിൽ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ടീമാണ്, ഈ ഒരു സെക്യൂരിറ്റി കൗൺസിലാണ്. ഓക്കെ, ഒന്നുമില്ല, ഈ സെക്യൂരിറ്റി കൗൺസിലിൽ 15 മെമ്പേഴ്സാണുള്ളത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയല്ലേ, 15 മെമ്പേഴ്സാണുള്ളത്. 5 പെർമനൻ്റ് ആണ്, 10 നോൺ പെർമനൻ്റ് ആണ്. ഓക്കെ, ഈ 5 പെർമനൻ്റ് രാജ്യങ്ങളെ പേര് നമ്മൾ പറഞ്ഞില്ലേ, ഏതൊക്കെയാണ് രാജ്യങ്ങൾ? ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, USA, റഷ്യ. അവരൊക്കെയാണ് ഈ പെർമനൻ്റ്. നോൺ പെർമനൻറ്റിനെ തീരുമാനിക്കുന്നത് ജനറൽ അസംബ്ലി ആണ്. 2 വർഷം കൂടുമ്പോൾ ഇവരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഓക്കെ, പിന്നെ ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ സെറ്റിൽ ചെയ്യുന്നതാണ് ഇവരുടെ ജോലി. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ, ദ സെക്രട്ടറിയേറ്റ്. ദ സെക്രട്ടേറിയറ്റ്. The Secretariat handles day-to-day activities of United Nations. ദിവസവും നടക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സെക്രട്ടേറിയറ്റ്. സെക്രട്ടറികളായിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവും. അവരിങ്ങനെ പറയും, നാളെ അങ്ങനെ ചെയ്യണം, മറ്റന്നാൾ അങ്ങനെ ചെയ്യണം, അടുത്ത മാസം ഇങ്ങനെ ചെയ്യണം. ഡേ-ടു-ഡേ ആക്ടിവിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്നതാണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ. ദ സെക്രട്ടേറിയറ്റ് ജനറൽ ഈസ് ദ ഹെഡ് ഓഫ് സെക്രട്ടേറിയറ്റ്. ഓക്കെ, സെക്രട്ടറി ജനറൽ ആണ് ആര്? ഈ സെക്രട്ടേറിയറ്റിന്റെ ഹെഡ്, സെക്രട്ടറി ജനറൽ. ഓക്കെ, ദ സെക്രട്ടറി ജനറൽ ഈസ് മോസ്റ്റ് പവർഫുൾ ഒഫീഷ്യൽ ഇൻ യുണൈറ്റഡ് നാഷൻസ്. ഓക്കെ, യുണൈറ്റഡ് നാഷൻസിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒഫീഷ്യലാണ് ആര്? ഈ സെക്രട്ടറി ജനറൽ. ഈ സെക്രട്ടറിന്റെ മെയിൻ ആണ്, അതിന്റെ ചെയർമാനും ഒക്കെ ആരാണ്? ഇയാളായിരിക്കും. ഓക്കെ, അയാൾ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുക. എല്ലാവരും ആലോചിച്ചാൽ തീരുമാനിക്കുക കേട്ടോ. ഓക്കെ, ദ സെക്രട്ടറി ജനറൽ ഈസ് മോസ്റ്റ് പവർഫുൾ ഒഫീഷ്യൽ ഇൻ യുണൈറ്റഡ് നാഷൻസ്. സെക്രട്ടറി ജനറൽ. ഓക്കെ, അതിന്റെ സെക്രട്ടറി ജനറൽ എഴുതി കൊടുക്കുക കേട്ടോ. സെക്രട്ടറി ജനറൽ ഇവരാണ് ഡേ-ടു-ഡേ ആക്ടിവിറ്റീസ് ഒക്കെ തീരുമാനിക്കുക കേട്ടോ. That's it. Then Economic and Social Council. Economic and Social Council. Okay, then this body carries out functions of United Nations in matters related to international issues, health, education and culture. ഓക്കെ, ഈ സംസ്കാരപരമായിട്ടും എഡ്യൂക്കേഷനും ഹെൽത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടപെടുന്ന ആളുകളാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. സാമ്പത്തികവും അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ടീമാണ് ഇത്, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ഈ ഒരു ഇതിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങളുണ്ട്. എക്കണോമിക്കലി സോഷ്യലി പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ആ ഒരു ടീമാണ് ഇത്, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ഓക്കെ, ദെൻ ഇത് നമ്മൾ മെയിൻ ഓർഗാൻസിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. ഇനി പറയാൻ പോകുന്നത് സ്പെഷ്യൽ ഏജൻസീസ്. ഓക്കെ, ഇവരുടെ സ്പെഷ്യൽ ഏജൻസീസ് ഏതൊക്കെയാണ്? സ്പെഷ്യൽ ഏജൻസീസ് ഇത് മെയിൻ ഓർഗാൻസ് ആണ് കേട്ടോ. മെയിൻ ഓർഗാൻസ് ഓഫ് UNO. ദെൻ സ്പെഷ്യൽ agencies.
The United Nations have several independent organs ഒരുപാടുണ്ട് which work for development of society. Okay, സൊസൈറ്റിയുടെ വികസനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് ഇൻഡിപെൻഡന്റ് ഏജൻസീസ് ആർക്കുണ്ട്? ഈ ഒരു UNOക്ക് ഉണ്ട്. Experts from different countries work together on different subjects of these organs. അത് ഏജൻസീസ്. ഓക്കെ, ഓരോ ഏജൻസീസിനും വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളിൽ നിന്നും വരുന്ന എക്സ്പേർട്സ് ആണ് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. സത്യമാണ്, ഈ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് ടീം ഈ ഒരു യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷനിലുണ്ട്. ഓരോ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എക്സ്പേർട്സിനെയാണ് ഇവർ ഇതിൻ്റെ തലപ്പത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുക. ഓക്കെ, ദെൻ ഏതൊക്കെയാണ് സ്പെഷ്യൽ ഏജൻസീസ് നോക്കാം. ഫസ്റ്റ് വൺ യുണിസെഫ്. യുണൈറ്റഡ് നാഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്. ഓക്കെ, അതാണ് യുണിസെഫ്. അതായത് ബാസ്ലോണിൻ്റെ ഒക്കെ ജെയ്സിമെൻ്റ് യുണിസെഫ് കുറച്ച് മുമ്പ്. ഓക്കെ, ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളാണ് നമ്മളെ പന്ത് കളിക്കാരും അതുപോലെ തന്നെ ക്രിക്കറ്റ് സ്പോർട്സിലും എല്ലാ മേഖലയിലുള്ള പൈസക്കാരൊക്കെ ഈ ഒരു യുണിസെഫിലേക്കൊക്കെ ഒരുപാട് പൈസ നൽകാറുണ്ട്. ഓക്കെ, ദ യുണൈറ്റഡ് നാഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് വാസ് സെറ്റപ്പ് ഇൻ 1944. 1946 ഇത് നിലവിൽ വരുന്നത്. The UNICEF provides aid for children, especially in developing countries, through special programs on family planning, child development and care, training programs for jobs. ഈ ഒരു വിഷയങ്ങളിലൊക്കെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കുട്ടികൾക്ക് ചിൽഡ്രൻസ് ഫണ്ടാണ്. കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യുണിസെഫ് വർക്ക് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ്? സ്പെഷ്യൽ പ്രോഗ്രാംസ് ഓൺ ഫാമിലി പ്ലാനിങ്, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് കെയർ, ട്രെയിനിങ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ ജോബ്സ്. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ കുട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെടുക. അതാണ് എന്ത്? യുണിസെഫ്. സെക്കൻഡ് വൺ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അന്തർദേശീയ അന്താരാഷ്ട്ര ഹെൽത്ത് ഓർഗനൈസേഷൻ വർക്ക്സ് ടുവേർഡ്സ് പ്രിവെൻറ്റിംഗ് എപ്പിഡമിക് ആൻഡ് പ്രൊവൈഡിങ് മെഡിക്കൽ റിലീഫും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരുപാട് വലിയ ഡിസീസ് ഒക്കെ വന്നാൽ, ഇപ്പോൾ കൊറോണ പോലുള്ളതൊക്കെ വന്നാൽ അതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് അതിനൊക്കെ തീരുമാനങ്ങൾ എടുക്കുക. അതൊക്കെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO. അതൊക്കെയാണ് ഇവരുടെ റോള്. ഓക്കെ, വർക്ക്സ് ടുവേർഡ്സ് പ്രിവെൻറ്റിംഗ് എപ്പിഡമിക്സ് ഒക്കെ വന്നാൽ അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. ആൻഡ് പ്രൊവൈഡിങ് മെഡിക്കൽ റിലീഫ്, മെഡിക്കലി ഇവർക്കൊക്കെ ഒരു ആശ്വാസമായിട്ട് വേണ്ട സാധനങ്ങൾ കൊടുക്കുക. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അല്ലെങ്കിൽ പൈസ കൊടുക്കുക. ദെൻ FAO, തേർഡ് വൺ. FAO, ദ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. അത് പറയുമ്പോൾ തന്നെ ഇതിൽ തന്നെ പേര് തന്നെ ഇതില്ല. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എയിംസ് അറ്റ് ഇംപ്രൂവിംഗ് ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ്. ഓക്കെ, ഫുഡിൻ്റെ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷനൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ആര്? FAO. ഫുഡ് ആൻഡ് ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ഷോർട്ട് ഫോമുകളാണെങ്കിലും ഫുൾ ഫോമുകളൊക്കെ എല്ലാവരും കാണാതെ പഠിക്കുക കേട്ടോ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ, ഫുൾ ഫോമുകൾ. നെക്സ്റ്റ് വൺ യുനെസ്കോ. ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? യുനെസ്കോ, ദ യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷൻ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അതാണ് യുനെസ്കോ, യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷൻ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അതാണ് യുനെസ്കോ. ഓക്കെ, വർക്ക്സ് ടുവേർഡ്സ് ഇംപ്രൂവിംഗ് ദ ലീവ്സ് ഓഫ് മില്യൺസ് ഓഫ് പീപ്പിൾ ത്രൂ എഡ്യൂക്കേഷൻ. ഓക്കെ, എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ, മില്യൺസ് ഓഫ് പീപ്പിൾസിനെ സേഫ് ആക്കുക. ഇറ്റ് എസ്പെഷ്യലി പ്രൊവൈഡ്സ് സയൻറ്റിഫിക് ട്രെയിനിങ് ആൻഡ് ബാക്ക്വേർഡ് കൺട്രീസ്. ഓക്കെ, സയൻറ്റിഫിക് ട്രെയിനിങ് ആൻഡ് ബാക്ക്വേർഡ് കൺട്രീസിലുള്ള ആളുകൾക്ക് സയൻറ്റിഫിക് ട്രെയിനിങ് കൊടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. നെക്സ്റ്റ് വൺ ILO. ഓക്കെ, ലാസ്റ്റ് വൺ ILO, ദ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ലേബേഴ്സിനുള്ള ഓർഗനൈസേഷനാണ്. ഇന്റർനാഷണൽ ലേബേഴ്സ്, ജോലിക്കാർക്ക് ഓർഗനൈസേഷനാണ്. പ്രൊമോട്ട്സ് ബെറ്റർ സ്റ്റാൻഡേർഡ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ ഫോർ ദ പീപ്പിൾ. ഓക്കെ, അവർക്ക് നല്ല ജോലി ആ സ്ഥലങ്ങളും അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടാണ്ട് ഇവർക്കും ഒരു എന്താ പറയുക, ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു ടീമുണ്ട് നിലനിൽക്കുന്ന ടീമാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇവരുടെ ജോലി സ്ഥലങ്ങളിലും അതുപോലെ സാലറി അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടും. ദ യുണൈറ്റഡ് നാഷൻസ് ഹാവ് സെവറൽ അതർ ഏജൻസീസ് സച്ച് ആസ് യുണൈറ്റഡ് നാഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ്. ഏതാണ്? UNHCR ആൻഡ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF. ഇതൊക്കെ ഇവരുടെ വേറെ ചില സ്പെഷ്യൽ ഏജൻസികളാണ്. നമ്മളിതിൽ 5 പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളത് ഒരുപാടുണ്ട്. 2 എക്സാമ്പിളാണ് കൊടുത്തത്. UNHCR-ഉം IMF ഒക്കെ ഇതിൻ്റെ ഓരോ ഏജൻസികളാണ്. ദാറ്റ്സ് ഇറ്റ്. ദെൻ ടേൺ ടു നെക്സ്റ്റ് പേജ്. അച്ചീവ്മെൻറ്റ് ഓഫ് UN ആൻഡ് ഇന്ത്യാസ് കോൺട്രിബ്യൂഷൻ ടു UN. നമ്മുടെ പറഞ്ഞ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ഓർഗാൻസും
അതുപോലെ തന്നെ സ്പെഷ്യൽ ഏജൻസീസ് ഓഫ് UNO. അതാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ മെയിൻ ഓർഗാൻസ് ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, ദ സെക്രട്ടേറിയറ്റ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ഓക്കെ, സ്പെഷ്യൽ ഏജൻസീസിൽ UNICEF, WHO, FAO, UNESCO ആൻഡ് ILO. ഇതാണ് ഇത് സ്പെഷ്യൽ ഏജൻസീസ്. പിന്നെ IMFും അതുപോലെ തന്നെ UNHCR ഒക്കെ ഇതിൻ്റെ വേറെ സ്പെഷ്യൽ ഏജൻസീസ് ആണ്. ദാറ്റ്സ് ഇറ്റ്. ദെൻ അച്ചീവ്മെന്റ്സ് ഓഫ് ദ യുഎന്നിൻ്റെ അച്ചീവ്മെന്റ്സ്. ഓക്കെ, the United Nations had played an important role in settling disputes that could have developed in major wars. ഓക്കെ, ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഡിസ്പ്യൂട്ട്സ്, പ്രശ്നങ്ങൾക്കും നാശങ്ങൾക്കൊക്കെ അവർക്ക് സെറ്റിലാക്കുക. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ജോലി. അതൊക്കെ ഇവർ ഉഷാറായിട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ദി യുണൈറ്റഡ് നേഷൻസ് സെൻസ് ഇറ്റ്സ് പീസ് കീപ്പിംഗ് ഫോഴ്സസ് ടു സെറ്റിൽ ഡിസ്പ്യൂട്ട്സ്. ഓക്കെ, ഇവരുടെ ആ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിന് ഇവർ പ്രശ്നം നടന്ന നാശം നടന്ന ആ സ്ഥലത്തേക്ക് ഇവർ അയക്കും. ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഇവരെ അയക്കും. ദ യുണൈറ്റഡ് നേഷൻസ് ഹാസ് ആൾസോ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ആംസ് കൺട്രോൾ, പർട്ടിക്കുലർലി ഇൻ പ്രിവെൻറ്റിംഗ് യൂസ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. ഓക്കെ, അവിടെ എന്താണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്? അതായത് ആംസ്, വെപ്പൺസും അതുപോലെ തന്നെ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഉപയോഗിക്കുന്നതിലൊക്കെ ഒരു കൺട്രോൾ വെക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ഈ ഒരു UNO ഇടപെടാറുണ്ട്. ഓക്കെ, ദ വർക്ക് ഓഫ് UN is providing relief to the poor and the underprivileged, particularly in developing countries, is noteworthy. അതായത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലുള്ള ആളുകളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഈ ഒരു UNO ഇടപെടാറുണ്ട്. അതൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. റിലീഫ് ഫോർ പുവർ പീപ്പിൾസ്, പാവപ്പെട്ടവർക്ക് വേണ്ടി റിലീഫായിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ഫുഡായിട്ടും എന്തായിട്ടും UNO നൽകാറുണ്ട്. ആൻഡ് അണ്ടർ പ്രിവിലേജ്ഡ്, ഓക്കെ, എന്താ പറയുക, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ഹെൽപ്പുകളും എന്താ പറയുക പുവർ പീപ്പിൾസിനും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു റിലീഫായിട്ട് UNO ആക്ട് ചെയ്യാറുണ്ട്. അതൊക്കെ ഇവരുടെ ഓരോ നേട്ടങ്ങളാണ്, അച്ചീവ്മെന്റ്സ് ആണ്. പർട്ടിക്കുലർലി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഓക്കെ, ഡെവലപ്പിംഗ് കൺട്രീസിലും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഇവർ വേണ്ട കാര്യങ്ങൾ ഇവരുടെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, ഈസ് നോട്ട് വർത്ത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ദാറ്റ്സ് ഇറ്റ്. അതാണ് അച്ചീവ്മെന്റ്സ്. അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും നല്ല രൂപത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. അതിനാണ് ഇവരുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങൾക്കും വേണ്ട സാധനങ്ങൾ, വേണ്ട ഹെൽപ്പുകൾ, വേണ്ട റിലീഫുകൾ വേണ്ട സമയത്ത് നടത്തിയാണ്ട് ഇവർ കൊണ്ടുവരുന്നുണ്ട്. ദാറ്റ്സ് ദ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഓഫ് UN. നൗ ദ ലാസ്റ്റ് ടോപ്പിക്, ഇന്ത്യസ് കോൺട്രിബ്യൂഷൻ ടു ദ UN. ഓക്കെ, ഇന്ത്യയുടെ കോൺട്രിബ്യൂഷനാണ്. ഇന്ത്യ ഹാസ് ബീൻ എ മെമ്പർ ഓഫ് UN സിൻസ് ഇറ്റ് ഇൻസെപ്ഷൻ. ഓക്കെ, തുടക്കം മുതലേ ആദ്യത്തെ 50 രാജ്യങ്ങളിൽ തന്നെ ഇന്ത്യ ഉണ്ട്. തുടക്കം മുതലേ ഇന്ത്യ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ഇറ്റ് ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ആക്റ്റീവ്ലി ഇൻ മെനി ഓഫ് ഇറ്റ്സ് ഏജൻസീസ് സച്ച് ആസ് UNESCO, FAO, ILO ആൻഡ് WHO. ഓക്കെ, ഈ ഒരു ഇതിലൊക്കെ ഇന്ത്യയുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഈ ഒരു ഇതിലൊക്കെ UNESCO, FAO ഇതിലുണ്ട്. UNESCO, FAO, WHO, ILO ഇതിലൊക്കെ ഇന്ത്യയുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഇന്ത്യ എക്സ്പെർട്ടൈസ് ഇസ് യൂട്ടിലൈസ്ഡ് ബൈ സെവറൽ ഏജൻസീസ് ഓഫ് UN. Okay, similarly, the UN has also sent experts to advise train Indians. ഓക്കെ, ഇതിൻ്റെ ആളുകളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇന്ത്യയിലേക്ക് ആളുകൾ അയക്കാറുണ്ട്. ഇന്ത്യയിൽ നിന്നും ഒരുപാട് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകൾ എങ്ങോട്ട് പോകാറുണ്ട്? UNൻ്റെ വർക്ക് എടുത്ത് പോകാറുണ്ട്. ആസ് എ പാർട്ട് ഓഫ് കളക്റ്റീവ് സെക്യൂരിറ്റി promised by the UN, India has sent peacekeeping forces to Korea, Dr. Congo, Egypt and Sri Lanka to maintain peace. ഓക്കെ, ഇന്ത്യയിൽ നിന്നും ആളുകളെ ഈ ഒരു സ്ഥലത്തേക്കൊക്കെ പീസ് കീപ്പിംഗ് ഫോഴ്സ് ആയിട്ട് അയച്ചിട്ടുണ്ട്. എവിടേക്കൊക്കെയാണ്? കൊറിയ, DR കോങ്കോ, ഈജിപ്ത്, ശ്രീലങ്ക. ഓക്കെ, പീസ് ഉണ്ടാക്കാൻ വേണ്ടി, സമാധാനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നും ചില എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകളെ ഇവിടെ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ UN അയച്ചിട്ടുണ്ട്. ഇന്ത്യ ബോയ്ക്കോട്ടഡ് സൗത്ത് ആഫ്രിക്ക വെൻ ദ വൈറ്റ് മോണിറ്ററി ഗവൺമെന്റ് ഫോളോവഡ് എ പോളിസി ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓഫ് അപ്പാർത്തൈഡ് അഗൈൻസ്റ്റ് ദ ബ്ലാക്സ്. ഓക്കെ, ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ ബോയ്ക്കോട്ട് ചെയ്തു. അതായത് വൈറ്റ് മൈനോറിറ്റി പീപ്പിൾസ് ബ്ലാക്ക് ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവന്നു. അതായത് എന്താ പറയുക, കറുത്തവർഗക്കാരൊക്കെ ഒഴിവാക്കി. അങ്ങനത്തെ ഒരു റോളും ഇല്ല, വെളുത്തോല് മാത്രം മതി. കറുത്തവരെ ഒഴിവാക്കിയിട്ടില്ല. ആ ഒരു റൂള് കൊണ്ടുവന്ന സമയത്ത് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ ബോയ്ക്കോട്ട് ചെയ്തു, ഒഴിവാക്കി. ഓക്കെ, ദെൻ റിലേഷൻസ് വിത്ത് സൗത്ത് ആഫ്രിക്ക വേർ റീഎസ്റ്റാബ്ലിഷ്ഡ് ആഫ്റ്റർ ദ പോളിസി ഓഫ് അപ്പാർത്തൈഡ് വാസ് അബോളിഷ്ഡ്. ഈ ഒരു സംഭവം ഒഴിവാക്കിയ സമയത്താണ് എന്ത് വരുന്നത്? ഈ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഈ ഒരു ബന്ധം വീണ്ടും നിലവിൽ വരുന്നത്. ഓക്കെ, റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സിമിലർലി ഇന്ത്യ ഹാസ് എക്സ്റ്റൻഡഡ് sympathy and support of Palestinians against Israel occupation of their territories.
ഓക്കെ, ഈ ഫലസ്തീനിലും അതുപോലെ രാജ്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യ ഒരുപാട് സഹായിക്കാറുണ്ട്. So these contributions are extremely valuable. India's greatest contribution to the UN is her foreign policy based on principle of non-alignment. Okay, India, Egypt and Yugoslavia formed the non-aligned movement. ഓക്കെ, ഇവരൊക്കെ തമ്മിലുള്ള ഈ ഒരു ബന്ധമാണ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുവരുന്ന ഏറ്റവും നല്ലൊരു പ്രോഗ്രാം. അതായത് ഇന്ത്യ ഇതിലൊക്കെ ഉണ്ടെങ്കിലും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ല. അതായത് ഇവരുടെയൊക്കെ മെമ്പറാണ്, ഈ രാജ്യങ്ങളിലേക്ക് നല്ല ബന്ധമുണ്ട്, പക്ഷെ എല്ലാവരുമായിട്ടും നല്ല ഒരു ആക്റ്റീവ് റോൾ അല്ല, നോൺ അലൈൻഡ് ആണ്. ഓക്കെ, അങ്ങനത്തെ ഒരു ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതാണ് അവരുടെ ഏറ്റവും ഇന്ത്യസ് ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു UN ആസ് ഹെർ ഫോറിൻ പോളിസി ബേസ്ഡ് ഓൺ ദ ഫോറിൻ പോളിസികളിലൊക്കെ നോൺ അലൈൻഡ്. ഇന്ത്യ, ഈജിപ്ത് ആൻഡ് യൂഗോസ്ലോവിയ ഫോംഡ് ദ നോൺ അലൈൻഡ് മൂവ്മെന്റ്. അവർ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, പിക്ചർ. ജവഹർലാൽ നെഹ്റു റൈഡ് ദ കോൺഫറൻസ് ഓഫ് നോൺ അലൈൻഡ് നാഷൻസ് ഹെൽഡ് ഇൻ സെപ്റ്റംബർ 1961 വിത്ത് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗംബാൽ അബ്ദൽ നസറി ലെഫ്റ്റ് ആൻഡ് യൂഗോസ്ലോവിയൻ പ്രസിഡന്റ് ജോസഫ് റൂസോ ടിക്കോ. എന്താണ് ആ നോൺ അലൈൻഡ് മൂവ്മെന്റ് പ്രോഗ്രാമിന്റെ ഇത് ഒപ്പിടുന്ന ആ ഒരു പ്രോഗ്രാമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് എന്താ പറയുക, മെയിൻ ഓർഗാൻസ്, UNOയുടെ മെയിൻ ഓർഗാൻസും സ്പെഷ്യൽ ഏജൻസീസും മാത്രമാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ അച്ചീവ്മെൻറ്റ്സും അതുപോലെ തന്നെ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻസും. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, നോ പ്രോബ്ലം. സോ കുറച്ച് സമയം കൂടിയെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും, സോ ഐ എം ഗോയിങ് ടു കൺക്ലൂഡിങ് മൈ ക്ലാസ്. താങ്ക് യു.